ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2024 മുഴുവൻ കറണ്ട് അഫേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ PSC ബുള്ളറ്റിൻ പുറപ്പെടുവിച്ച 2024 മുഴുവൻ ആനുകാലിക വസ്തുതകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് പ്രധാനമായിട്ടും ജോലിക്കിടയിലേക്ക് നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർക്ക്, യാത്രക്കിടയിൽ, അതുപോലെ വീട്ടമ്മമാർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കുമരകം, ബേപ്പൂർ എന്നിവയാണ്. അപ്പം കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? അതാണ് സ്വദേശി ദർശൻ 2.0 എന്ന് പറയുന്ന പദ്ധതി. അപ്പം ഇതിൽ നിന്ന് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 2 സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞ കുമരകവും അതുപോലെ ഏതാണ് ബേപ്പൂറും. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഏതാണ്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ചോദിച്ചാൽ നമുക്ക് പറയാം പെഞ്ച് ടൈഗർ റിസർവ്. ഈ പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എന്ന് പറയുന്നത്. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? 75 രൂപ നാണയമാണ് 2024 കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു നാണയമാണ് 2024 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച ആ ഒരു നാണയം എന്ന് പറയുന്നത്. രാജ്യത്തെ ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം ഏതാണ്? അതിൻ്റെ പേരാണ് നഫിസ്. നഫിസിൻ്റെ ഫുൾ ഫോം എന്താ? നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നതാണ് നഫിസിൻ്റെ പൂർണ്ണ രൂപം. അപ്പോൾ നഫിസ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തിയിട്ട് എന്താണ് മറ്റ് നാട്ടുകളിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സംവിധാനമാണ് നഫിസ്. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? സദാനന്ദ് വസന്ത് ദാതെയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദാതെയൊക്കെ ആണെന്ന് ഓർത്ത് വയ്ക്കുക. സദാനന്ദ് വസന്ത് ദാതെ. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അരവിന്ദ് പനഗരിയ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാഭ് ഘോഷാണ്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച പ്രൈസ് ഏതാണ്? ഇറാസ്മസ് പ്രൈസ് ലഭിച്ച ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ് എന്ന് പറയുന്നത്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ്? AS രാജീവ്. അപ്പോൾ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് AS രാജീവ്. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കമ്പോജ് ആണ്. അപ്പോൾ MS സ്വാമിനാഥൻ്റെ പേരിൽ ലഭിച്ച പുരസ്കാരം ആർക്കാണ്? പ്രൊഫസർ BR കമ്പോജിനാണ് ലഭിച്ചത്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ 2024 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തർപ്രദേശിലെ വൃന്ദാവൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂളാണ് വൃന്ദാവൻ സൈനിക സ്കൂൾ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാ? വിജയവാഡയിലാണ്. അപ്പം നമ്മുടെ BR അംബേദ്കറുടെ ലോകത്തെ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രതിമ ഏതാണ്? എവിടെയാ സ്ഥാപിച്ചത്? വിജയവാഡയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ചോദിച്ചാൽ അതേതാ? അടൽ സേതുവാണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം എന്ന് പറയുന്നത് അടൽ സേതു, അല്ലെങ്കിൽ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നും ഇതിന് പേരുണ്ട്. 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ
ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? സൂറത്ത്, ഇൻഡോർ എന്നിവയാണ്. അപ്പോൾ സൂറത്തും ഇൻഡോറുമാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള 2 നഗരങ്ങളെന്ന് പറയുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ശ്വേത കെ സുഗതൻ. അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണ്? റിപ്പബ്ലിക് ദിന പരേഡിൽ നമ്മുടെ ഡൽഹി പോലീസിനെ 2 പ്രാവശ്യം ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? നയിച്ചിട്ടുണ്ട്. വനിതാ IPS ഓഫീസറാണ് ആര്? നമ്മുടെ ശ്വേത കെ സുഗതൻ. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാ? ലക്നൗ, ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത്. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാ? സുപ്രീം കോടതി. 1950 സുപ്രീം കോടതി സ്ഥാപിച്ചത്. 2024 ആയപ്പോൾ എന്താണ് ഇത് വജ്ര ജൂബിലി ആഘോഷിച്ചു 2024. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം ഏതാ? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഈറോഡാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം, അപ്പോൾ തമിഴ്നാട്ടിൽ ആണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാ? പാട്നയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമാകുന്നത്? പാട്ന. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അപ്പോൾ 2024 സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവയാണ്. സ്വാതന്ത്ര്യാനന്തരം എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് 2024 ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ഈഫൽ ടവർ, പാരീസ്. അപ്പോൾ പാരീസിലെ ഈഫൽ ടവറിലൊക്കെ നമുക്ക് വിനോദസഞ്ചാരത്തിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ UPI ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം അവിടെയുണ്ട്. ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം ഏതെന്ന് ചോദിച്ചാൽ ഏതാ? അത് ബംഗളൂരുവാണ്. അപ്പോൾ ബംഗളൂരുവിൻ്റെ പ്രത്യേകത ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെ നഗരം. ഇന്ത്യയിലാണെങ്കിൽ 1ാമത്തെ നഗരം അത് നമ്മുടെ ബംഗളൂരു. അന്തരിച്ച ഷാഹുൽ ഹമീദ്, ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാണ് AR റഹ്മാൻ. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക്കാണ്. അപ്പോൾ കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ ആരാ? പ്രീതി രജക്ക്. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ്. അപ്പോൾ നവി മുംബൈയുടെ പ്രത്യേകത എന്താണ് പറഞ്ഞത്? ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രമാണ് നവി മുംബൈ. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ ആരൊക്കെയാ? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ എന്നിവർക്കാണ്. അപ്പോൾ PV നരസിംഹറാവുവും ചൗധരി ചരൺ സിംഗും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നവരാണ്. അതുപോലെ MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ എന്നിവർക്കാണ് എന്ത് കിട്ടിയത്? 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനി ആര്? അപ്പോൾ പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ് കേട്ടോ. അവർ ആസാം സ്വദേശിയാണ്. പാർവതി ബർവ എന്നാണ് പേര്. ഈ കാണുന്ന ആളാണ് പാർവതി ബർവ. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വെച്ചാണ്? പൊക്രാനിൽ, രാജസ്ഥാനിലെ പൊക്രാനിലാണ് വായു ശക്തി. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമാണ് ഈ വായുശക്തി എന്ന് പറയുന്നത്. അത് നടന്നത് എവിടെ വെച്ചിട്ടാണ്? രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചിട്ടാണ്. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി. അപ്പോൾ ജമ്മു കാശ്മീർ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ സർവശക്തിയും എടുത്ത് എന്ത് ചെയ്യും? അവരെ അടിച്ച് തൂത്ത് വിടും. അപ്പോൾ ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ സർവശക്തി.
ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഡെവിൾ സ്ട്രൈക്ക്. അപ്പോൾ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നടത്തുന്ന സൈനികാഭ്യാസം ഏതാ? ഡെവിൾ സ്ട്രൈക്ക് ആണ്. 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്ന പേര് ഡെസേർട്ട് സൈക്ലോൺ എന്നതാണ്. അപ്പോൾ 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഡെസേർട്ട് സൈക്ലോൺ എന്നതാണ്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്. അപ്പോൾ എക്സ്പോസാറ്റ് ISRO വിക്ഷേപിച്ചെന്ന 2024 ജനുവരി 1 എന്തിനു വേണ്ടിയിട്ടാണ്? തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസറുകൾ തുടങ്ങിയവയുടെ കുറിച്ച് പഠനം നടത്തുന്നതിനായിട്ട് ISRO എന്ത് ചെയ്തത്? വിക്ഷേപിച്ചതാണ് എക്സ്പോസാറ്റ്. എന്ന് പറഞ്ഞാൽ എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നതാണ് എക്സ്പോസാറ്റിൻ്റെ ഫുൾ ഫോം. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ടാണ് ഈ എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ഏതാ? ഇൻസാറ്റ് 3DS. അതിൻ്റെ വിക്ഷേപണ വാഹനം ഏതെന്ന് ചോദിച്ചാൽ GSLV F-14 ആണ്. അപ്പോൾ GSLV F-14 എന്ത് ചെയ്തത്? നമ്മുടെ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചത്. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചാൽ അത് POEM 3 ആണ്. PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻ്റ് മോഡ്യൂൾ എന്നതാണ് POEM 3 എന്നതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് POEM 3. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയതാരാ? നിർമ്മല സീതാരാമനാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനത്താണ് നിർമ്മല സീതാരാമൻ. അതായത് ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡ് പാർക്ക നിർമ്മല സീതാരാമനാണ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവായ ബംഗാൾ ഗവർണർ ആരാ? CV ആനന്ദബോസ്. അപ്പോൾ ബംഗാളിൻ്റെ ഗവർണറാണ് ആരാണ്? CV ആനന്ദബോസ് ആണ് ബംഗാൾ ഗവർണർ. അദ്ദേഹം രചിച്ച ചെറുകഥാ സമാഹാരത്തിൻ്റെ പേരാണ് ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി ഈ നിയമിതനായ ഇന്ത്യൻ വംശജനാര് എന്ന് ചോദിച്ചാൽ പവൻ ദൗലുരി ആണ്. അപ്പോൾ പവൻ ദൗലൂരി ആണ് എന്ത്? മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യക്കാരൻ. അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക അതിക്രമമായി കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാ? കൊൽക്കട്ട ഹൈക്കോടതിയാണ്. അപ്പോൾ മദ്യപിച്ച സ്ത്രീകളെ ഡാർലിംഗ് എന്ന് വിളിച്ചാൽ ജയിലിൽ കിടന്ന് കൊൽക്കട്ട തിന്നാം. അപ്പോൾ കൊൽക്കട്ട ഹൈക്കോടതിയാണ് ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിലിറങ്ങിയ സ്ഥലത്തിന് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ശിവശക്തി പോയിന്റ് എന്നതാണ്. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് അഥവാ KIS യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയതാരാ? ബിൽഗേറ്റ്സിനാണ് KIS പുരസ്കാരം ലഭിച്ചത്. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആണ് ഈ ഒരു ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം. അവരാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരാണ് പുഷ്പക്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചത് എന്നൊരു ആ ഒരു അവകാശം കൂടി ഇതിനുണ്ട്, പുഷ്പകിനുണ്ട്. ലോക്പാലിൻ്റെ അധ്യക്ഷനാരാ? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. PSC ഇതിനകം ഒരുപാട് തവണ ചോദിച്ചു കഴിഞ്ഞു. ലോക്പാൽ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ്. ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസമാണ് പൂർവി ലഹാർ എന്ന് പറയുന്നത്. പൂർവി ലഹാർ ഇന്ത്യയുടെ പൂർവ്വഭാഗം കിഴക്കൻ തീരത്ത് നടത്തിയത് കൊണ്ട് അതിനെ പൂർവി ലഹാർ എന്നാണ് പേര്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് HDFC ബാങ്ക്. അത് കവരത്തി ദ്വീപിലാണ് കേട്ടോ. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്കാണ്, കവരത്തി ദ്വീപിലാണ്. IMF റിപ്പോർട്ടുകൾ പ്രകാരം 2025 ലോകത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 4ാം സ്ഥാനമാണ് ഇന്ത്യക്ക് വരുന്നത്. IMFൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് 2025.
2024 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് സുധീർ കക്കർ ആണ്. കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ പാലം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന കടലിന് മീതെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എവിടെയാ? ന്യൂ പാമ്പൻ പാലമാണ്, ഓർത്തു വെക്കുക. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ അന്തരിച്ചു. അദ്ദേഹം അന്തരിച്ചതെന്ന 2024 ഫെബ്രുവരി 21-നാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്ന് പറയുന്നത്. ഫാലി എസ് നരിമാൻ്റെ ആത്മകഥ ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് സാക്ഷ്യം ആപ്പ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് സാക്ഷ്യം ആപ്പ്? ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് സാക്ഷ്യം ആപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സി വിജിൽ എന്ന് പറയുന്നത്. സി വിജിൽ. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 85 വയസ്സാണ്. അപ്പോൾ 85 വയസ്സ് പ്രായമുള്ളവർക്കാണ് തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് എന്ന് പറയുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി, ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി ഏതാ? ആദർശശില എന്നതാണ്. ആദർശശില. അപ്പോൾ ആദർശശില പുറത്തിറക്കിയത് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ്. അങ്കണവാടി കുട്ടികൾക്കായിട്ടുള്ളതാണ്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളം ഏതാണ്? INS ജഡായു ആണ്. INS ജഡായു. അതിൻ്റെ പ്രത്യേകത എന്താണ്? ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളമാണ് INS ജഡായു എന്ന് പറയുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് നൈമ ഖാത്തൂൺ എന്നതാണ്. ആരാണ്? നൈമ ഖാത്തൂൺ ആണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലർ എന്നൊരു പ്രത്യേകത കൂടി അവർക്കുണ്ട്. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെൻറ്റർ നിലവിൽ വന്നത് സാമ്പൽപൂർ, ഒഡീഷയിലെ സാമ്പൽപൂരിലാണ്. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻറ്റർ നിലവിൽ വന്നത് ഒഡീഷയിലെ സാമ്പൽപൂരിലാണ്. പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് ഭാരത് ശക്തി എന്നതാണ്. ഭാരത് ശക്തി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ChatGPTയുടെ നിർമ്മാതാവുമായ ഓപ്പൺ AI-യുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയാണ് പ്രഗ്യ മിശ്ര. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ChatGPTയുടെ നിർമ്മാതാവുമായ ഓപ്പൺ AI-യുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയാണ് ഈ പ്രഗ്യ മിശ്ര എന്ന് പറയുന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ ആരാ? കിഷോർ മക്വാനെയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാൻ. അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ MP ആണ് ഷഫീഖുർ റഹ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ MP ആരാണ്? ഷഫീഖുർ റഹ്മാൻ ആണ്. തമിഴ് നടനായ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി എല്ലാവർക്കും അറിയാം, തമിഴക വെട്രി കഴകം എന്നതാണ്. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? തമിഴക വെട്രി കഴകം. ഇന്ത്യയിലെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലവേറ്റഡ് ഹൈവേ എന്ന് ചോദിച്ചാൽ ദ്വാരക എക്സ്പ്രസ് വേ. ഡൽഹിയെയും ഗുരുഗ്രാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദ്വാരക എക്സ്പ്രസ് വേയാണ് ഇന്ത്യയിലെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ബിച്ചോമാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല 2024 മാർച്ചിലാണ് നിലവിൽ വന്നത്. ബിച്ചോം എന്നാണ് അതിൻ്റെ പേര്. 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി.
ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്ക പാത ഏതാ? സേല ടണലാണ്. അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും അസമിലെ തേസ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ എന്താണ് ഇരട്ടവരി തുരങ്ക പാത എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാതയാണ് കേട്ടോ. അതിൻ്റെ പേരാണ് സേല ടണൽ. സേല ടണൽ. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവി എം നരവാനെയാണ്. അപ്പോൾ എം നരവാനെയാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവി കൂടി എന്നൊരു പ്രത്യേകതയുണ്ട്. എം നരവാനെ. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് അഗ്നി 5. മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ് കേട്ടോ. അപ്പോൾ 2024 മാർച്ചിലാണ് ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചതാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് ഈ അഗ്നി 5. ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടൻ ആരാ? ധനുഷാണ്. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. അപ്പോൾ ചക്ഷു പോർട്ടൽ ആരംഭിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായിട്ട് കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണത്തറയുടെ പേരാണ് ധനുഷ് എന്നാണ് കേട്ടോ. 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് ഈ അഗ്നിബാൺ എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചത് അഗ്നികുൽ കോസ്മോസ് ആണ്. അപ്പോൾ ഇതിനുള്ള ആ ഒരു എന്താണ് അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായുള്ള ആ ഒരു വിക്ഷേപണ തറയ്ക്ക് നൽകിയ പേരാണ് ധനുഷ്. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാ? ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേട്ടോ നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഗുജറാത്തിലാണ്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ളത് എവിടെയാ? മധ്യപ്രദേശിലാണ്. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ ഡ്രങ്ക് ഗ്യാൽപ്പിന് അർഹനായത് ആരാ? നമ്മുടെ നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഭൂട്ടാന്റെ പരമോന്നത ബഹുമതി ഏതെന്ന് ചോദിച്ചാൽ ഏതാ? ദ ഓർഡർ ഓഫ് ദ ഡ്രക്ക് ഗ്യാൽപ്പാണ്. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? 50ാമത് വാർഷികമാണ് കേട്ടോ. 2024 മാർച്ചിൽ ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി ആരാ? അരവിന്ദ് കെജ്രിവാൾ. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം എന്ന് ചോദിച്ചാൽ അതേതാ? ബഗുസരായ്. ബീഹാറിലെ ഒരു സ്ഥലമാണ്. ബഗുസരായ് ആണ് ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX 296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം അതാണ് യുവിക. ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചതാരാ? IIT മദ്രാസ് ആണ്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാ? 1032 അപ്പോൾ പൗരത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് ഈ ഒരു 1032 എന്ന ആ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാവുന്നതാണ്. ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൗസേന ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഏതാ? ഡൽഹിയിലാണ്. അപ്പോൾ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരമാണ് നൗസേന ഭവൻ. ഇത് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി അനസുയ സെൻഗുപ്തയാണ്. ചിത്രം ഏതാ? ദി ഷെയിം ലെസ് എന്നതാണ്. ദ ഷെയിം ലെസ് എന്ന ഒരു ചിത്രത്തിനാണ് അവർക്ക് എന്ത് കിട്ടിയത്? മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അനസുയ സെൻഗുപ്ത. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അതിൻ്റെ സംവിധായക ആരാ? പായൽ കപ്പാടിയാണ് കേട്ടോ. പായൽ കപ്പാടിയയ്ക്കാണ് കാൻ ചലച്ചിത്രമേളയിലെ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അതിൻ്റെ സംവിധായകയാണ് ആര്? പായൽ കപ്പാടിയ.
ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോത്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരനാണ് സത്യദീപ് ഗുപ്ത. അപ്പോൾ സത്യദീപ് ഗുപ്തയ്ക്കാണ് എന്ത് ലഭിച്ചത്? അദ്ദേഹം ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോത്സെ കൊടുമുടിയും എന്ത് ചെയ്തു? കീഴടക്കി. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് വാരണസിയിലാണ്. കാനഡയിലെ മഗിൽ സർവകലാശാലയിൽ നിന്ന് ഓണററി ബിരുദം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. അപ്പോൾ ഇവർ ഓണററി ബിരുദം നേടിയത് എവിടെ നിന്നാണ്? കാനഡയിലെ മഗിൽ സർവകലാശാലയിൽ നിന്നാണ് ഓണററി ബിരുദം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് സൗമ്യ സ്വാമിനാഥൻ. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. പോളോ മത്സരത്തിന് വേണ്ടിയാണ് ഈ ഒരു കുതിരകളെ എന്ത് ചെയ്തത്? ആ ഒരു പുൽമേടുകൾ അനുവദിച്ചത് മണിപ്പൂരാണ്. 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രഘുനന്ദൻ കമ്മത്ത്. നാച്ചുറൽസ് ഐസ്ക്രീമിൻ്റെ സ്ഥാപകനാണ് ഈ രഘുനന്ദൻ കമ്മത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ അതാണ് രഘുനന്ദൻ കമ്മത്ത്. അദ്ദേഹമാണ് കേട്ടോ. അത് ഐസ്ക്രീമൊക്കെ കഴിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഇവിടെ ഇരിക്കുന്നത്. അടുത്തത്, ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന് നൽകിയ പേരാണ് മൈത്രി 2. അപ്പോൾ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര് മൈത്രി 2 ആണ്. യൂണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരമാണ് കരീന കപൂർ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താ? യൂണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസഡറായിട്ട് നിയമിച്ചത് ആരെയാണ്? കരീന കപൂറിനെയാണ്. ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഗജരാജയാണ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39ആണ്. ഇതിൽ 1ാം സ്ഥാനം ആർക്കാ? അമേരിക്കയ്ക്കാണ് കേട്ടോ. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യക്ക് 39ാം സ്ഥാനം. മേഘാലയയിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈന്യാഭ്യാസത്തിൻ്റെ പേരാണ് ശക്തി. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ 50ാം വാർഷികം ആചരിക്കപ്പെട്ടത് 2024 മെയ് 18നാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യവിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് സ്മാർട്ട് PDS. ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലാക്കിയാൽ അതിന് നല്ല സ്മാർട്ടായിട്ടുള്ള പദ്ധതിയായിരിക്കും അല്ലേ? അപ്പോൾ സ്മാർട്ട് PDS ആണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യവിതരണ ശൃംഖലയെ എന്ത് ചെയ്യുക? ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക, സ്മാർട്ട് PDS. ഇന്ത്യൻ വ്യോമസേന പരീക്ഷിച്ച പുതിയ എയർ ടു സർഫേസ് മിസൈലാണ് ക്രിസ്റ്റൽ മെയ്സ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ വ്യോമസേന പരീക്ഷിച്ച പുതിയ എയർ ടു സർഫേസ് മിസൈൽ ഏതാ? ക്രിസ്റ്റൽ മെയ്സ് 2 ആണ്. ഗ്രീൻ എനർജി കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് അനീഷ് ശേഖർ. ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ചത്, അതായത് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായിട്ട് പ്രഖ്യാപിച്ചത് നമ്മുടെ സേല ടണലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ആ ഒരു ടണലാണെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് സേല ടണൽ, അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ നിലവിൽ വന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ മണ്ഡപം എന്ന സ്ഥലത്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ. തീവണ്ടികളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകാനും അവരുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതിയാണ് മേരി സഹേലി, എൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്ന ആ ഒരു പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനമാണ് FWD-200. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനം ഏതാണ്? FWD-200. 2024 ഏപ്രിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് നിർഭയ് ആണ് 2024 ദീർഘദൂര ക്രൂയിസ് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. നിർഭയ്. ഇന്ത്യയിലെ കർഷകർക്കായി വാർത്തകളും വിവരങ്ങളും പങ്കിടുന്നതിനായി ദൂരദർശൻ DD കിസാൻ ചാനൽ അവതരിപ്പിക്കുന്ന AI അവതാരകരാണ് AI കൃഷിയും AI ഭൂമിയും. അപ്പോൾ കർഷകർക്കായിട്ടായതുകൊണ്ട് കൃഷിഭൂമി എന്ന് ആലോചിക്കുക. AI കൃഷി, AI ഭൂമി.
ഇന്ത്യയിലെ ആദ്യ വെർച്വൽ കാർഡ് പിക്സൽ പുറത്തിറക്കിയ ബാങ്കാണ് HDFC. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ കാർഡ് അഥവാ പിക്സൽ പുറത്തിറക്കിയ ബാങ്ക് ഏതാ? HDFC ആണ്. സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി മാറിയത് ചൈന. ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണ് കേട്ടോ. സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം ചൈന, 3-ാം സ്ഥാനം ഇന്ത്യ. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 2 സംയുക്ത അഭ്യാസത്തിന്റെ വേദി പഞ്ചാബാണ്. അപ്പോൾ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള അഭ്യാസമാണ്, സംയുക്ത അഭ്യാസമാണ് ഗഗൻ സ്ട്രൈക്ക് 2. ഇതിന്റെ വേദി എവിടെയാ? പഞ്ചാബ്. 2024 മെയ് 20 മുതൽ ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത് CISF ആണ്. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് ടെൻസിംഗ്. പേരിൽ തന്നെയുണ്ട് ടെൻസിംഗ്. ഏത് രാജ്യത്തെ സുപ്രീം കോടതിയാണ് പ്രഗ്നന്റ് വിമൺ എന്നതിന് പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണമെന്ന് പ്രസ്താവിച്ചത്? ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിലെ സുപ്രീം കോടതി പറഞ്ഞത് പ്രഗ്നന്റ് വിമൺ അല്ല, പ്രഗ്നന്റ് പേഴ്സൺ എന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്ര സഭ നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന രാജ്യമേതാ? അമേരിക്കയാണ്. 4-ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്ക് സൈനിക ആവശ്യങ്ങൾക്ക് പണം ചിലവഴിക്കുന്നതിൽ. ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖമാണ് കാങ്ക സന്തുറൈ തുറമുഖം. കാങ്ക സന്തുറൈ തുറമുഖമാണ്. ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് പ്രതിബിംബ്. ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട 29ാമത്തെ MP ആരാ? മുകേഷ് ദലാലാണ്. സൂററ്റിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്. സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന അടുത്തിടെ വിധി പ്രസ്താവിച്ച കോടതി ഏതാ? നമ്മുടെ സുപ്രീം കോടതിയാണ്. ഡാറ്റാ വിനിമയത്തിൽ 1-ാം സ്ഥാനത്തുള്ള കമ്പനിയാണ് റിലയൻസ് ജിയോ. അപ്പോൾ ഡാറ്റാ വിനിമയത്തിൽ 1-ാം സ്ഥാനത്തുള്ള കമ്പനി ചോദിച്ചാൽ ഏതാ? റിലയൻസ് ജിയോ. ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റുകളാണ് നാഗി പക്ഷി സങ്കേതം ബീഹാർ, നക്തി പക്ഷി സങ്കേതം ബീഹാർ. അപ്പോൾ ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റുകൾ ഏതെന്ന് ചോദിച്ചാൽ നാഗിയും നക്തിയുമാണ്. രണ്ടും ബീഹാറിലെ പക്ഷി സങ്കേതങ്ങളാണ്. നിലവിൽ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാ? 82 ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള രാജ്യമാണ് UK. 175 ആണ് കേട്ടോ. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ UK ആണ്. 175 ആണ്. പരിസ്ഥിതി സൗഹാർദ്ദ ഇന്ധനങ്ങളായ പ്രകൃതിവാതകവും കംപ്രസ് ചെയ്ത പ്രകൃതിവാതകവും ഉപയോഗിക്കുന്നതിനായി വാക്യ എനർജി ഹൈ എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സ്ഥാപനമാണ് ഗെയിൽ ഇന്ത്യ. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരമേതാ? PV സിന്ധു ആണ്. അപ്പോൾ PV സിന്ധു ആണ് പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് 2024 നിയമിതയായത്. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവിക അഭ്യാസമായ റിംപാക് 24 പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS ശിവാലിക്. ഇതിന്റെ വേദി അലാസ്കയാണ് കേട്ടോ. റഷ്യയിലെ അലാസ്കയിൽ വെച്ചിട്ടാണ് ഈ ഒരു നാവിക അഭ്യാസം നടന്നത്. INS ശിവാലിക് എന്ന് പറയുന്ന കപ്പലാണ് ഇതിൽ പങ്കെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായി വനമേഖലയിൽ കാട്ടുതീ നേരത്തെ കണ്ടെത്താൻ AI അധിഷ്ഠിത സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവാണ് പെഞ്ച് ടൈഗർ റിസർവ്, മധ്യപ്രദേശ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളെ കാണപ്പെടുന്ന റിസർവാണ് ഏത്? നമ്മുടെ പെഞ്ച് ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽ പാലം നിലവിൽ വരുന്നത് റിയാസി, ചിനാബ് നദിയുടെ മുകളിലാണ് ഈ ഒരു പാലം നിലവിൽ വരുന്നത്. റിയാസി എന്ന സ്ഥലത്താണ്. 2024 അന്തരിച്ച പ്രൊഫസർ CV ചന്ദ്രശേഖർ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? അപ്പോൾ CV ചന്ദ്രശേഖർ ഭരതനാട്യ നർത്തകനായിരുന്നു. 18ാമത് ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2024 ജൂൺ 24-നാണ്. 18ാമത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി. രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് JP നദ്ദ. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. ഈ ഫ്ലോ പാരിസ്ഥിതിക പരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദിയാണ് ഗംഗാ നദി. 2024 ജൂലൈയിൽ അന്തരിച്ച ജൈവ കൃഷി സംരക്ഷിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകുകയും നാടൻ വിത്തുകൾ സംരക്ഷിക്കുകയും ചെയ്ത ഗോത്ര കർഷക ആരാ? കമല പൂജാരിയാണ്. കമല പൂജാരി. 53ാമത് GST കൗൺസിൽ യോഗത്തിൽ GSTയിൽ നിന്നും ഒഴിവാക്കിയ സേവനങ്ങളാണ് റെയിൽവേ സേവനങ്ങളും വിദ്യാർത്ഥി ഹോസ്റ്റലും.
ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് ജിമക്സ് 24 എന്ന് ചോദിച്ചാൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ജിമക്സ് 24. 2024 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് തരംഗ് ശക്തി. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയമാണ് സ്മൃതി വാൻ മ്യൂസിയം എന്ന് പറയുന്നത്. സ്മൃതി വാൻ ഇത് ഭുജ് ഭൂകമ്പത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച മ്യൂസിയമാണ് കേട്ടോ. ഭുജ് ഭൂകമ്പത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച മ്യൂസിയമാണ് സ്മൃതി വാൻ എന്ന് പറയുന്നത്. അതിനെ യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുജറാത്തിലാണ് ഈ സ്മൃതി വാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി മിഷൻ നിശ്ചയ് തുടങ്ങുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. 2024 പുറത്തു വന്ന ആഗോള ലിംഗ സമത്വ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 129 ഒന്നാം സ്ഥാനം ഐസ്ലാൻഡിനാണ്. അപ്പോൾ ആഗോള ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 129. ഒന്നാം സ്ഥാനം ആരാ? ഐസ്ലാൻഡാണ്. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 82. ഒന്നാം സ്ഥാനം സിംഗപ്പൂരിനാണ്. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം 82. ഒന്നാം സ്ഥാനം സിംഗപ്പൂരിൻ്റെ പാസ്പോർട്ടിനാണ്. സിംഗപ്പൂറാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി ശങ്കർ ലാൽവാനി. ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ഭൂരിപക്ഷം നേടിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി ആരാ? രവീന്ദ്ര ദത്താറാം, മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേയൊരു വോട്ടർ മാത്രമുള്ള പോളിംഗ് സ്റ്റേഷനാണ് ബനേജ് പോളിംഗ് സ്റ്റേഷൻ. ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഗീർ വനത്തിനുള്ളിലെ ബനേജ് പോളിംഗ് സ്റ്റേഷനിലെ ഏക വോട്ടറുടെ പേര് മഹന്ത് ഭാരത് ദാസ് ദർശൻ ദാസ് എന്നാണ്. അപ്പോൾ ഗുജറാത്തിലെ ഗീർ വനത്തിനുള്ളിലെ ബനേജ് പോളിംഗ് സ്റ്റേഷനിൽ ഒരേ ഒരു വോട്ടറേ ഉള്ളായിരുന്നു. അയാളുടെ പേരാണ് മഹന്ത് ഭാരത് ദാസ് ദർശൻ ദാസ്. ആദ്യമായി ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗമാണ് ഷോംപെൻ. 18ാമത് ലോക്സഭയിലെ പ്രോപ് ടൈം സ്പീക്കർ ആരായിരുന്നു? ഭർത്തൃഹരി മെഹ്താബാണ്. 2024 10ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ഇന്ത്യയിലെ മുഖ്യവേദി ശ്രീനഗറാണ്. 2024 അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ഓഫ് യോഗ എന്ന് ചോദിച്ചാൽ ജൂൺ 21 ഇൻ്റർനാഷണൽ ഡേ ഓഫ് അന്താരാഷ്ട്ര യോഗ ദിനം എന്ന് പറയുന്നത് ജൂൺ 21. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം സമുദ്ര മത്സ്യ ലഭ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. 2ാം സ്ഥാനം കേരളത്തിനാണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആത്മഹത്യാ ഡ്രോൺ ഏതാണ്? നാഗാസ്ത്ര 1. 2024 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 109. ഒന്നാം സ്ഥാനം ഫിൻലാൻഡാണ്. 2024 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 116. ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ്. ഇന്ത്യയിലെ സ്വതന്ത്ര സമര സേനാനികളുടെയും പ്രമുഖ നേതാക്കളുടെയും പ്രതിമകൾ സ്ഥാപിച്ച പ്രേരണാ സ്ഥൽ ഉദ്ഘാടനം ചെയ്തതാരാ? ജഗദീപ് ധൻഖർ. നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. മെൻസർ നടത്തിയ 2024 കോസ്റ്റ് ഓഫ് ലിവിംഗ് സർവേ അനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ നഗരം ഏതാ? മുംബൈയാണ്. മുംബൈയിൽ ചെന്ന ഭയങ്കര ചിലവാന്ന് ആലോചിക്കുക. ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് കർണാടകത്തിലാണ്. ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ബംഗ്ലാദേശ്. 53ാമത് GST കൗൺസിൽ മീറ്റിംഗിൻ്റെ വേദി ന്യൂഡൽഹിയാണ്. എല്ലാ മന്ത്രിമാരും അവരുടെ ശമ്പളത്തിലും അലവൻസുകൾക്കും ആദായ നികുതി നൽകണമെന്ന് തീരുമാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. കാർഗിൽ വിജയ് ദിവസിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ആർമി വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ഖലൂബർ യുദ്ധസ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹമാണ് GSAT-N2.
വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 കേട്ടോ. അപ്പോൾ ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹമാണ് ഈ GSAT-N2 എന്ന് പറയുന്നത്. ഇതിൻ്റെ വിക്ഷേപണ വാഹനം ഏതെന്ന് ചോദിച്ചാൽ ഫാൽക്കൺ 9 ആണ്. റോസാരിറ്റ എന്ന നോവലിന്റെ രചയിതാവ് അനിത ദേശായി ആണ്. 2024 പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം സമൂഹ മാധ്യമമായ എക്സിൽ 10 കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള ദേശീയ നേതാവാണ് നമ്മുടെ നരേന്ദ്രമോദി. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രമേയം വികാസ ഭാരതം എന്നതാണ്. കുഫ്രി ഉദയ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? കുഫ്രി ഉദയ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പറാണ് 1933. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിൽ 22,000 പുസ്തകങ്ങൾ വികസിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയവും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGCയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് അസ്മിത. കൊതുകുകളിലൂടെയും മണലീച്ചകളിലൂടെയും പകരുന്ന അപൂർവ രോഗമായ ചാന്ദിപുര വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാ? ഗുജറാത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിലാണ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ 100ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി എത്ര രൂപയുടെ പ്രത്യേക സ്മാരക നാണയമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയത്? 100 രൂപയുടെയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ ഏതാ? സാൻ ഫെർണാണ്ടോ. 2024 ഹാലോ ഓർബിറ്റൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗര അഭ്യാസമാണ് ആദിത്യ L1. പ്രമുഖ റിസർച്ച് സ്ഥാപനമായ സാവിൽസ് നടത്തിയ വാർഷിക സർവേ പ്രകാരം ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ 1ാമതെത്തിയ ഇന്ത്യൻ നഗരം ബംഗളൂരുവാണ്. 2024 ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹി. രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമം പൂർണ്ണമായി നടപ്പിലാക്കിയ ആദ്യ ഭരണകേന്ദ്രമാണ് ചണ്ഡീഗഡ്. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 പ്രകാരം 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ കേരളം, ഉത്തരാഖണ്ഡ്, 2ാം സ്ഥാനം തമിഴ്നാട്, 3ാം സ്ഥാനം ഗോവ. അപ്പം നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 പ്രകാരം 1ാം സ്ഥാനമുള്ളത് ഏതൊക്കെ സംസ്ഥാനങ്ങളാ? കേരളവും ഉത്തരാഖണ്ഡുമാണ്. 2ാം സ്ഥാനം തമിഴ്നാട്, 3 ഗോവ. 2024 ജൂലൈ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്തലൻ ലഭിച്ചത് ആർക്കാണ്? ഈ വക അവാർഡുകളെല്ലാം നമ്മുടെ നരേന്ദ്രമോദിക്കാണ് ലഭിച്ചത്. ലഡാക്ക് പർവ്വത പ്രദേശത്ത് വിന്യസിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കാണ് സോരാവർ. ഇന്ത്യയുടെ 30ാമത് കരസേനാ മേധാവിയായി ചുമതലയേറ്റതാരാ? ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1 മുതലാണ്. 2024 ജൂലൈ 1 മുതൽ IPCക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. 2024 ജൂലൈ 1 മുതൽ CRPCക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗോളിയോറിലാണ്. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടിയിലാണ്. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ 15 ദിവസം. 2024 യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. 2024 ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് ഷിംലയിലാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് എംപറേഴ്സ് എന്ന പുസ്തകം രചിച്ചതാരാ? അശ്വത ജയകുമാർ. അപ്പോൾ മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് എംപറേഴ്സ് എന്ന പുസ്തകം ആരാ രചിച്ചത്? അശ്വത ജയകുമാർ ആണ്. ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ 2024 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് തരംഗ് ശക്തി. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമാണ് റിംബാക്ക് 24. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായ റിംബാക്ക് 24ന്റെ വേദി ഹവായ് ദ്വീപുകളായിരുന്നു. റിംബാക്ക് 24ന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പലായിരുന്നു INS ശിവാലിക്. ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനിക അഭ്യാസമായ നൊമാഡിക് എലിഫന്റ് 2024ന്റെ വേദി ഉംറോയ്, മേഘാലയയിലെ ഉംറോയ് ആണ്. ഇന്ത്യയും തായ്ലാൻഡും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി 2024ന്റെ വേദി തായ്ലൻഡാണ്.
2024 ശ്രീലങ്കയിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനിക പരിശീലന പരിപാടിയാണ് മിത്രശക്തി. ഉദാരശക്തി 2024 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ളതാണ് ഉദാരശക്തി. ISRO നാസയുമായി ചേർന്ന് തയ്യാറാക്കുന്ന റഡാർ ഇമാജിംഗ് സാറ്റലൈറ്റ് പേടകമാണ് നിസാർ. വൈസ് ചാൻസലർ പദവിയെ കുലഗുരു എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനമേതാ? മധ്യപ്രദേശാണ് കേട്ടോ. അപ്പോൾ മധ്യപ്രദേശിൽ വൈസ് ചാൻസലർ എന്ന പദവിയെ കുലഗുരു എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്കാണ് ISI മാർക്ക്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ISI. മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ മദ്രാസ് AITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ടാണ് പ്ലൂട്ടോ. പ്ലൂട്ടോയുടെ ഫുൾ ഫോം എന്താണ്? പ്ലഗ് ആൻഡ് ട്രെയിൻ റോബോട്ട് ഫോർ ഹാൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ. നരേന്ദ്രമോദി സന്ദർശിച്ച ജാം സാഹിബ് ഓഫ് നവനഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം പോളണ്ടാണ്. അപ്പോൾ പോളണ്ടിലെ ഏത് സ്മാരകമാണ് നരേന്ദ്രമോദി സന്ദർശിച്ചത്? ജാം സാഹിബ് ഓഫ് നവനഗർ സ്മാരകം. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് ഏകീകൃത പെൻഷൻ പദ്ധതി. UPS പദ്ധതി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 1-നാണ്. 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാ? EOS 08 എന്നതാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ 43ാമത് ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് ആസാമിലെ അഹോം രാജവംശത്തിൻ്റെ മൈദം ശവകുടീരങ്ങളാണ്. ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1 വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പോൾ ആദ്യമായിട്ട് പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റാണ് റൂമി 1. ഇത് വിക്ഷേപിച്ചത് ആരാ? റൂമി, ഇന്ത്യ. അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായത്. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു, ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് 2024 ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു, ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ്. തിമോർ ലെസ്തെ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അപ്പോൾ തിമോർ ലെസ്തെ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാ? ദ്രൗപദി മുർമു ആണ്. തിമോർ ലെസ്തെ രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് തിമോർ ലെസ്തെ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അപ്പോൾ അവർക്ക് ലഭിച്ച ആ ഓർഡറിൻ്റെ പേരെന്താ? ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് തിമോർ ലെസ്തെ എന്ന ബഹുമതിയാണ് അവർക്ക് ലഭിച്ചത്. അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ATV അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ റോക്കറ്റ് ഏത് ഏജൻസിയുടേതാണ്? ISROയുടേതാണ്. ഇന്ത്യയിലെ ആദ്യ അരി ATM സ്ഥാപിച്ചത് ഭുവനേശ്വറാണ്. ഇന്ത്യയിലെ ആദ്യ അരി ATMിലൂടെ അരി വരും. അപ്പോൾ അത് സ്ഥാപിച്ചത് ഏത് സ്ഥലമാ? ഭുവനേശ്വര. അദാനി ഗ്രൂപ്പിനും സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനുമെതിരെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ട അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനമാണ് ഹിൻഡൻബർഗ് റിസർച്ച്. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്ന കത്ഖോര നഗരം ഏത് സംസ്ഥാനത്തിലാണ്? ഛത്തീസ്ഗഡിലാണ്. അതിൻ്റെ പ്രത്യേകത ലിഥിയം ഖനി നിലവിൽ വരുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം ഖനി നിലവിൽ വരുന്നത് എവിടെയാ? ഈ ഛത്തീസ്ഗഡിലെ കത്ഖോര നഗരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് രാഹുൽ നവീൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ ഡയറക്ടറാണ് രാഹുൽ നവീൻ. ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ദേശീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024 ഓഗസ്റ്റിൽ 75ാമത് വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ടാണ് 1 രൂപ. അപ്പോൾ 2024 ഓഗസ്റ്റിന് എത്രയാ? 75ാമത് വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് 1 രൂപയാണ്.
ഛത്തീസ്ഗഡിൽ നിലവിൽ വരുന്ന 4ാമത്തെ ടൈഗർ റിസർവാണ് ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ്. ഏതാണ്? ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ് ഛത്തീസ്ഗഡിലാണ്. 10 പ്രാദേശിക ഭാഷകളിൽ ലോക്സഭാ നടപടികൾ സംപ്രേഷണം ആരംഭിച്ച സർക്കാർ ടെലിവിഷൻ ചാനലാണ് സൻസദ് TV. കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ 32ാമത് അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ, ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. സെബി ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചാറ്റ് ബോട്ടാണ് സേവ. അപ്പോൾ സെബി ഉപയോക്താക്കൾക്ക് ഉള്ള AI അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ട് ഏതാ? സേവയാണ്, സേവ. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് പാച്ചിൻ സർക്കാർ സെക്കൻഡറി സ്കൂൾ, ഇറ്റാനഗർ, അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി ആരാ? TV സോമനാഥനാണ്. ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹി ഹുമയൂൺ ശവകുടീര സമുച്ചയത്തിലാണ്. ഡൽഹിയിലാണ് ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത്, ഡൽഹിയിലാണ്. 16ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലെ മികച്ച ഡോക്യുമെന്ററിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വസുദൈവ കുടുംബകം. സംവിധാനം ആനന്ദ് പട്വർദ്ധനാണ്. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകിയാണ് യാമിനി കൃഷ്ണമൂർത്തി. അപ്പോൾ യാമിനി കൃഷ്ണമൂർത്തി ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകിയാണ്. യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥയുണ്ട് എ പാഷൻ ഫോർ ഡാൻസ്. പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ മികച്ച സഹകരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2025 ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച ആഭ്യന്തര സഹമന്ത്രിയാണ് നിത്യാനന്ദ് റായി. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പശ്ചിമ ബംഗാളിന്റെ മുൻ മുഖ്യമന്ത്രിയായ ബുദ്ധദേവ് ഭട്ടാചാര്യ. ISRO നാസ സംയുക്ത സംരംഭമായ ആക്സിം മിഷൻ 4ന്റെ ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അപ്പോൾ ISROയും നാസയും സംയുക്തമായിട്ട് ചെയ്യുന്നതാണ് ആക്സിയം മിഷൻ 4 എന്ന് പറയുന്നത്. അതിൻ്റെ ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ശുഭാംശു ശുക്ലയാണ്. 2 വർഷത്തിനകം കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് 1-0. അപ്പോൾ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പ് കൊണ്ടുവന്ന പദ്ധതി ഏതാ? കേരളത്തിൽ 1-0. അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന ആൻഡമനീസ് ചാൾസ് ഡാർവിൻ എന്ന ജീവിവർഗം ഏത് വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ്? തവളയാണ് കേട്ടോ. ആൻഡമനീസ് ചാൾസ് ഡാർവിൻ ജീവിവർഗമാണ്, തവളയാണ്. സുഖോയ് യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്ന 4ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയ്ക്കുള്ള രക്ഷാമരുന്നായ മിൽറ്റിഫോസിൽ എന്ന ഏത് രാജ്യത്ത് നിന്നാണ് കേരളത്തിൽ എത്തിച്ചത്? അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയ്ക്കുള്ള മരുന്നാണ് മിൽറ്റിഫോസിൽ എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ജർമ്മനിയിൽ നിന്നാണ്. അയോധ്യയിലെ റാം ലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തെ ആദ്യ തപാൽ സ്റ്റാമ്പാണ്. അത് പുറത്തിറക്കിയ രാജ്യം ലാവോസ് ആണ്. അപ്പോൾ അയോധ്യയിലെ റാം ലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ലാവോസ് ആണ്. 2024 ജൂലൈയിൽ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത് ആരുടെ പ്രതിമയാണ്? മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപ്. അപ്പോൾ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താ? ഗണതന്ത്ര മണ്ഡപ് എന്നാണ്. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേരാണ് അശോക് മണ്ഡപ്. ഗണതന്ത്ര എന്ന വാക്കിന്റെ അർത്ഥം റിപ്പബ്ലിക് എന്നാണ്. GI ടാഗ് പദവി ലഭിച്ച മുഷ്ക് ബഡ്ജി അരി എവിടെ നിന്നാണ്? ജമ്മു കാശ്മീരിലെ അരിയുടെ പേരാണ് മുഷ്ക് ബഡ്ജി അരി. അതിന് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്, മുഷ്ക് ബഡ്ജി അരി. 2024 ജൂലൈയിൽ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളിയാണ് K കൈലാഷ് നാഥൻ, പുതുച്ചേരിയുടെയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് NPS വാത്സല്യ പദ്ധതി. അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്ന് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് അതിഷി മാർലേന സിംഗ് ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പാണ് ഗ്രോത്ത് ഇന്ത്യ. ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഹാൻലെയിലാണ് കേട്ടോ. ലഡാക്കിലാണ്, ജമ്മു കാശ്മീരിൽ.
24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ നഗരമാണ് ഇൻഡോർ, മധ്യപ്രദേശിലാണ്. 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകളാണ് ഇവിടെ നട്ടത്, ഇൻഡോർ, മധ്യപ്രദേശിൽ. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം. അപ്പോൾ പോർട്ട് ബ്ലെയറിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? വിജയപുരം, ശ്രീ വിജയപുരം എന്നാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡക്ക് നിലവിൽ വരുന്നത് ബംഗളൂരുവിലാണ്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് തുഹിൻ കാന്ത പാണ്ഡെ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറിയായ ഈസി ലോട്ടറി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാ? മേഘാലയയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റാണ് മോഹന സിംഗ്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് ആരാ? മോഹന സിംഗ് ആണ്. സെപ്റ്റംബറിൽ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി ആരായിരുന്നു? സീതാറാം യെച്ചൂരി. ഇത്യാരി റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലെ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇത്യാരി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്, മഹാരാഷ്ട്രയിലാണ്. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് കോവിന്ദ്. ഏത് സംസ്ഥാനത്തിന്റെ ഫലമായിട്ടാണ് കാജി നേമുവിനെ പ്രഖ്യാപിച്ചത്? ആസാമാണ്. അപ്പോൾ ആസാമിൻ്റെ ഫലമാണ് ഏത് സംസ്ഥാനത്തിൻ്റെ ഫലമായിട്ടാണ്? ആസാമിൻ്റെ ഫലം ഏതാണ്? കാജി നേമു. ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഗൂഗിളിൻ്റെ AI ലാബ് നിലവിൽ വരുന്നത്? ചെന്നൈയിലാണ്. ഗൂഗിളിൻ്റെ AI ലാബ് നിലവിൽ വരുന്നത് എവിടെയാ? ചെന്നൈയിലാണ്. 2024 സെപ്റ്റംബറിൽ ഡെങ്കിപ്പനിയെ മഹാമാരിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടക. യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മുസ്ലിങ്ങളുടെ വിവാഹമോചനം എന്നിവ സർക്കാരിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമാക്കിയ ബിൽ നിയമസഭയിൽ പാസാക്കിയ സംസ്ഥാനം ആസാമാണ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപകയാണ് അരുണ വാസുദേവ്. കുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സായി ഉയർത്തി നിയമനിർമ്മാണം നടത്തിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അടുത്തിടെ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിഖാദ്. ഷ്യാം, നുബ്ര, ചാങ്താങ്, സൻസ്കാർ, ദ്രാസ് എന്നീ ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. കോളറയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ ഏതാ? ഹിൽകോൾ. സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് B. ശ്രീനിവാസൻ. നാസ്കോം ചെയർപേഴ്സണായി നിയമിതനായ ഇന്ത്യക്കാരിയാണ് സിന്ധു ഗംഗാധരൻ. അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായി തുടർച്ചയായി 2ാം വർഷവും തിരഞ്ഞെടുത്തത് ശക്തികാന്ത ദാസ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണറാണ് ശക്തികാന്ത ദാസ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാ? ജിൻസൺ ആൻഡോ ചാൾസ് ആണ് ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ. 2024 ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും അനാച്ഛാദനം ചെയ്തത് ആരാ? ദ്രൗപദി മുർമു ആണ്. അപ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പതാകയുടെ നിറം എന്താ? നീല നിറം. അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാ? മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് എന്നിവയാണ്. അപ്പോൾ മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. ചിലപ്പോൾ ഇത് തന്നിട്ട് ഇതിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എത്രയാ? 11 ആണ്. സോലാപൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്തിടെ ദലൈലാമയുടെ പേര് സാങ്യാങ് ഗ്യാറസോ നൽകിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ ദലൈലാമയുടെ പേര് നൽകിയ ആ ഒരു കൊടുമുടി ഏതാ? സാങ്യാങ് ഗ്യാറസോയ്ക്കാണ് ദലൈലാമയുടെ പേര് നൽകിയ ഈ കൊടുമുടി അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യ ഒമാൻ സംയുക്ത സൈനിക അഭ്യാസമായ അൽ നജാഹ് 5 2024 വേദി സലാലയാണ്.
ടെറിട്ടോറിയൽ ആർമിയുടെ 128ാമത് ഇൻഫൻട്രി ബറ്റാലിയൻ 1 മണിക്കൂറിൽ 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡ് നേടിയ ജയ്സാൽമീർ ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് മെട്രോ സർവീസ് നിലവിൽ വന്നത് അഹമ്മദാബാദ് ഭുജ് റൂട്ടിലാണ്. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. 2025 ഓസ്കാറിലേക്ക് ഇന്ത്യയുടെ എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രമാണ് ലാപത ലേഡീസ്. സംവിധാനം കിരൺ റാവു ആണ്. അപ്പോൾ ഓസ്കാറിലേക്ക് 2025 ഓസ്കാറിലേക്ക് ഇന്ത്യയുടെ എൻട്രിയായി തിരഞ്ഞെടുത്ത ചിത്രം എന്ന് ചോദിച്ചാൽ ഏതാ? ലാപത ലേഡീസ് ആണ്. അത് സംവിധാനം ചെയ്തത് കിരൺ റാവു ആണ്. ലാപത ലേഡീസ്. 2024 നവംബറിൽ അന്തരിച്ച സത്യജിത് റേയുടെ പഥേർ പാഞ്ചാലിയിലെ ദുർഗ എന്ന കുട്ടിയെ അവതരിപ്പിച്ച ബംഗാളി നടിയാണ് ഉമാദാസ് ഗുപ്ത. വിയറ്റ്നാം ഇന്ത്യ ഉഭയകക്ഷി സൈനിക അഭ്യാസമാണ് വിൻ ബാക്സ് 2024. അതിൻ്റെ വേദി ഹരിയാനയാണ്. 2024 പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിൽ നിന്നുള്ള മൈക്രോ സിനിമയാണ് ഫുട്വെയർ. സംവിധാനം ചന്ദ്രു വെള്ളരിക്കുണ്ടാണ്. ചന്ദ്രു വെള്ളരിക്കുണ്ടാണ്. അപ്പോൾ 2024 പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുത്ത മലയാള സിനിമയിൽ നിന്നുള്ള മൈക്രോ സിനിമയാണ് ഈ ഫുട്വെയർ എന്ന് പറയുന്നത്. ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് PME ഡ്രൈവ്. ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമിയും തമ്മിലുള്ള യുദ്ധ അഭ്യാസത്തിൻ്റെ പേരാണ് മഹാജൻ. രാജസ്ഥാനിലാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം 2024 വേദിയായത് മഹാജൻ, രാജസ്ഥാനിലെ മഹാജനാണ്. UK ലീഡ്സ് സർവകലാശാലയിലെ ഗവേഷണ സംഘം നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഇന്ത്യയാണ്. 2ാം സ്ഥാനം നൈജീരിയ. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏഷ്യൻ കിങ് എന്നത് എന്താണ്? കഴുകനാണ്. ഏഷ്യൻ കിങ് അതിനെ സംരക്ഷിക്കാൻ ആരംഭിച്ച സംരക്ഷണ കേന്ദ്രമാണ് അത്. എവിടെയാണ്? ഉത്തർപ്രദേശാണ്. അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പാണ് രംഗീൻ മച്ചിലി ആപ്പ്. അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ചുള്ളതാണ് രംഗീൻ മച്ചിലി ആപ്പ്. ഇന്ത്യയിൽ എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകാനുള്ള ക്യാമ്പയിനാണ് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ. 54ാമത് GST കൗൺസിൽ മീറ്റിംഗിൻ്റെ വേദി ന്യൂഡൽഹി. 2024 സെപ്റ്റംബറിൽ നാഗാലാൻഡിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചിയാണ് കുർക്കുമ ഉങ്മെൻസിസ് ആണ് 2024 സെപ്റ്റംബറിൽ നാഗാലാൻഡിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇഞ്ചി. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ടാണ് ബരക്കുട. പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. 3ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദനമുള്ള രാജ്യം ചോദിച്ചാൽ ഇന്തോനേഷ്യ. 2ാം സ്ഥാനം ഫിലിപ്പൈൻസ്. 3ാം സ്ഥാനം ഇന്ത്യ. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. അപ്പോൾ ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള ഗ്രഹമാണ് ടോയ് 6651b. മുട്ട ചേർത്ത മയോണൈസ് നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാ? തെലുങ്കാനയാണ്. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമമാണ് ഉജ്ജാർ ഉളവാർ. കാസർഗോഡാണ് കേട്ടോ. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമമാണ് ഉജ്ജാർ ഉളവാർ, കാസർഗോഡിലെ. ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176. 1ാം സ്ഥാനം എന്താണ്? ലക്സംബർഗിനാണ്. ആഗോള പ്രകൃതി സംരക്ഷണ സൂചിക അതിൽ 180 രാജ്യങ്ങളുണ്ട്. അതിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 176. 1ാം സ്ഥാനം ലക്സംബർഗാണ്. അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പ് ഏതാ? സൂപ്പർ ആപ്പ്. അടുത്തിടെ അന്തരിച്ച BPL സ്ഥാപകനാണ് DPG നമ്പ്യാർ.
2025 ദുബായിൽ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ ഒരുങ്ങുന്ന IIT ഏതാ? IIT മദ്രാസ് ആണ്. വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് പുറത്തിറക്കിയ റൂൾ ഓഫ് ലോ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 79. ഒന്നാമത് ആർക്കാ? ഡെൻമാർക്കിനാണ്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേരാണ് രത്തൻ ടാറ്റ സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റി. സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിതനായ ആദ്യ വനിതയാണ് ആരതി സരിൻ. അപ്പോൾ സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിതയാണ് ഈ ആരതി സരിൻ എന്ന് പറയുന്നത്. 2024 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തബല വിദ്വാനാണ് സക്കീർ ഹുസൈൻ. 2024 ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് ആരാ? അനുര കുമാര ദിസ്സനായകനാണ് കേട്ടോ. അനുര കുമാര ദിസ്സനായക. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാ? ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. 2024 ഒക്ടോബറിൽ ഗൂഗിൾ ഡൂഡിൽ ആദരിച്ച മലയാളി ഗായകനാണ് KK കൃഷ്ണകുമാർ കുന്നത്ത്. BBC-യുടെ 2024 ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാർ ആരൊക്കെയാ? വിനേഷ് ഫോഗട്ടും പൂജ ശർമ്മയും അരുണ റായിയുമാണ്. അപ്പോൾ വിനേഷ് ഫോഗട്ടുണ്ട്, പൂജ ശർമ്മയുണ്ട്, അരുണ റായ്. ഇവർ 3 പേരുമാണ് എന്ത് ചെയ്തത്? BBC-യുടെ 2024 ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരെന്ന് പറയുന്നത്. അടുത്തിടെ അന്തരിച്ച പ്രകൃതി സംരക്ഷണത്തിനായി ജീവിതം ഉഴിഞ്ഞുവെക്കുകയും സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നറിയപ്പെടുകയും ചെയ്ത പത്മശ്രീ ജേതാവാണ് തുളസി ഗൗഡ. ഇന്ത്യയുടെ ആദ്യത്തെ മൈക്രോ ആൽഗ ലിക്വിഡ് ട്രീ സ്ഥാപിച്ചത് കുഫോസ് ക്യാമ്പസിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മൊബൈൽ മാൽവെയർ ആക്രമണ ഭീഷണി നേരിടുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ ആർമി ആദ്യമായി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ആരംഭിച്ചത് സിയാച്ചിനിലാണ്. ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2024 വേദി ഗുവാഹത്തി. നാഷണൽ സീഡ് കോൺഗ്രസ് വേദി എവിടെയാ? വാരണാസിയിലാണ്. കാലാവസ്ഥാ വ്യതിയാന സൂചിക പ്രകാരം ഇന്ത്യ എത്രാമതാണ്? 10ആണ്. ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേരാണ് മഹാകുംഭ്. 2024 എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. 2024 കേട്ടോ. ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഇതാണ് 2024 എയ്ഡ്സിന്റെ പ്രമേയം. ഭരണഘടനയുടെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് അടുത്തിടെ ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ പതിപ്പുകൾ ഇറക്കിയിരിക്കുന്നത്? സംസ്കൃത ഭാഷ, അതുപോലെ മൈഥിലി ഭാഷ എന്നിവയിലാണ്. GI ടാഗ് പദവി ലഭിച്ച ഖർചോള സാരി ഏത് സംസ്ഥാനത്തിൻ്റെയാണ്? GI ടാഗ് ലഭിച്ച ഖർചോള സാരി ഏത് സംസ്ഥാനത്തിൻ്റെയെന്ന് ചോദിച്ചാൽ ഗുജറാത്താണ്. രാജ്യത്തെ ആദ്യ രാത്രി സഫാരി പാർക്ക് നിലവിൽ വന്നത് ലക്നൗ കുക്രൈൽ സംരക്ഷിത വനമേഖലയിലാണ് കേട്ടോ. രാജ്യത്തെ ആദ്യ രാത്രി സഫാരി പാർക്കാണ് ലക്നൗ. ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ 4 നോമിനികൾ വരെ ഉണ്ടായിരിക്കാൻ അനുവദിക്കുന്ന ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് 2024 ഡിസംബർ 3-നാണ്. രതപനി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? രതപനി ടൈഗർ റിസർവ് മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്ഷ്യൽ പൈലറ്റാണ് സമൈറ. 2024 നവംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്രയും ജാർഖണ്ഡും. ട്രെയിനിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ച ഫ്ലൂയിട്രോൺ കമ്പനിയുടെ ശാഖ കൊച്ചിയിലാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ച ഫ്ലൂയിട്രോൺ കമ്പനി, ആ ഒരു കമ്പനിയാണ് ഇത് വികസിപ്പിച്ചത്. അതിൻ്റെ ശാഖ എവിടെയാണ്? കൊച്ചിയിലാണ്. ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ 5ാമത്തെ രാജ്യം. ഹരിയാനയിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷനാണ് രേഖ ശർമ്മയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഗോളിയോർ ആണ്. ഗോളിയോർ. 2024 ഡിസംബറിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകനാണ് ശ്യാം ബെനഗൽ. 2005 ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ശ്യാം ബെനഗലിന്. കപ്പലിൽ നിന്ന് ബോട്ടുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ഇന്ത്യയുടെ സംവിധാനമാണ് എൽ റോഡ്. ബജ്ജിക ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ സിനിമ ഏതാ? ആജൂർ. സംവിധാനം ആര്യൻ ചന്ദ്രപ്രകാശ് ആണ് കേട്ടോ. ബജ്ജിക ഭാഷ ആജൂർ ആണ്.
അത് സംവിധാനം ചെയ്തത് ആര്യൻ ചന്ദ്രപ്രകാശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. ഗുരു നാനാക്കിന്റെ 555ാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് പ്രത്യേക നാണയം ഇറക്കിയ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് പാകിസ്ഥാൻ. ഡൽഹിയിലെ സാറൈ കാലെ ഖാൻ ചൗക്കിന്റെ പുതിയ പേരാണ് ബിർസ മുണ്ട ചൗക്ക്. അപ്പൊ സാറൈ കാലെ ഖാൻ ചൗക്കാണ് ബിർസ മുണ്ട ചൗക്കായി മാറിയത്. ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് താനോയാണ്. താനോ എഴുതുന്നത്, താനാണോ എഴുതുന്നത് എന്നൊക്കെ നമ്മൾ ചോദിച്ചില്ലേ. താനോ ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമമാണ് താനോ. RBIയുടെ പുതിയ സർക്കുലർ പ്രകാരം UPI വാലറ്റിൽ സൂക്ഷിക്കാവുന്ന പരമാവധി തുക 5000 സമ്പൂർണ്ണ ശുചിത്വത്തിനായി സംസ്ഥാനമൊട്ടാകെ ഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിനാണ് മാലിന്യമുക്ത നവകേരളം 2.0. ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാൻ ആരാ? നോയൽ ടാറ്റയാണ്. നോയൽ ടാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമാണ് കുറ്റിച്ചൽ, തിരുവനന്തപുരം. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ അത് കുറ്റിച്ചൽ, തിരുവനന്തപുരത്തെ കുറ്റിച്ചലാണ്. യൂബറിന്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനമാണ് യൂബർ ഷിക്കാര. ദാൽ തടാകത്തിലാണ് യൂബർ ഷിക്കാര. ലോകത്തിലെ ഏറ്റവും കരുത്തരായ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരാണ് നിർമ്മല സീതാരാമൻ, റോഷ്നി നാടാർ മൽഹോത്ര, കിരൺ മജുംദാർ ഷാ മുതലായവർ. അപ്പം നിർമ്മല സീതാരാമൻ ഉണ്ട്, റോഷ്നി നാടാർ മൽഹോത്ര ഉണ്ട്, കിരൺ മജുംദാർ ഷാ ഉണ്ട്. 2025 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. 2025 ക്വാഡ് ഉച്ചകോടി നടന്നത് എവിടെയാ? ഇന്ത്യയിലാണ്. 2024 ഡിസംബർ 26 അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ 2024 മുഴുവൻ ആനുകാലികവും ഇന്ത്യയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളം, അതുപോലെ ലോകം, ഇത് രണ്ടും കൂടിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും വിജയാശംസകൾ.